സംഗീതം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാം പറയുന്നത് ഇതുവരെ കണ്ടിട്ടുള്ള താങ്കൾ പറയാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടൊരു ജോണറാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം പ്രേക്ഷകർ ഒരുപോലെ ഇതുവരെ കണ്ടിട്ടുള്ള സംഗീതമല്ല കണ്ടത്, ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും? കേൾക്കുമ്പോൾ സന്തോഷം. കാരണം ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ ട്രൈ ചെയ്യാണ്, നമുക്കറിയില്ല ഇത് എത്രത്തോളം ശരിയായിരുന്നു, വർക്കിംഗ് ആണ് എന്നുള്ളത് നിങ്ങളൊക്കെ വേണം പറയാൻ. അപ്പോൾ ആദ്യത്തെ ഒരു 5 പേര് പറഞ്ഞത് കേട്ടിട്ട് മനസ്സറിഞ്ഞു. ഇനി അത് എത്ര പേര് പറയും നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഹ്യൂമർ ചെയ്യുമ്പോൾ ഡയലോഗ് ഡെലിവറി ആയിരിക്കില്ല ഒരു ഇമോഷൻ ചെയ്യുമ്പോൾ മീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു ടാസ്ക് കൂടെ ഉണ്ടായിട്ട് വാൻഡ്രം സ്ലാങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഭയങ്കര കൊച്ചിയാണ്, വൈപ്പിനാണ് സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു ആക്സെൻറ്റ് കിടക്കുന്നുണ്ട്, അത് കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് ആദ്യം മുതലേ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ അറിയില്ലായിരുന്നു ഞാൻ ചെയ്തേക്കുന്ന കറക്റ്റാണ്. അപ്പോൾ ഞാൻ വേണ്ടത്തുള്ളവരോടൊക്കെ ഈ സിനിമ കണ്ടവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പരിപാടി, ആക്സെൻ്റ് എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത്. അതൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ പുറത്തുനിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഇനി നിങ്ങൾ വേണം പറയാൻ. അത് എങ്ങനെയായിരുന്നു വെച്ചാൽ അത് സിംഗിൾ ഷോട്ടായിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല, അത് ഈ സിനിമയോട് കൂടെയുള്ള ട്രാവൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഭയങ്കര ജെന്യുവൻലി ഞാൻ ഇത്തവണ കണ്ടപ്പോഴും എനിക്ക് 2-3 സ്ഥലങ്ങളിലാണ് കരച്ചിൽ വന്നു. ഒന്ന് അവിടെ, പിന്നെ ലാസ്റ്റ് ലിജോയുടെ കയ്യിൽ വിരലിൽ കുഞ്ഞ് പിടിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ബോഡിയനായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഇമോഷൻ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. താങ്ക് യു.